ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ മാസ്റ്ററിക്. ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ പ്രസ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ക്ലാസ് 8 ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡന്റിറ്റീസ് എന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്. എന്താണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ? ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് ആർ ഫോംഡ് ഫ്രം വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റന്റ് അല്ലെ. അത് എന്താണ്? വേരിയബിൾസും കോൺസ്റ്റന്റും ചേർന്ന് വരുന്ന ടേമിനെയാണ് നമ്മൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ 5x തരികയാണെങ്കിൽ ഇതിനകത്ത് എന്താണ്? ഇത് കോൺസ്റ്റന്റ് ടേം ആണ് അല്ലെ. ഇത് എന്ത് ടേമാണ്? കോൺസ്റ്റന്റ് ടേം. ഇതോ വേരിയബിൾ ടേം ആണ്. അപ്പൊ ഇതെന്താണ്? ഇതൊരു എക്സ്പ്രഷൻ ആണ്. ഇതൊരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. അതില് വേരിയബിളും ഉണ്ട്, കോൺസ്റ്റന്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ഒരു എക്സ്പ്രഷൻ ആണെന്ന് പറയാം. നോക്കിയേ, ഇത് മാത്രമായിട്ട് ആണ് നമുക്ക് കിട്ടുന്ന ഇത് ന്യൂമറിക്കൽ പാർട്ടാണ്. അപ്പൊ ന്യൂമറിക്കൽ പാർട്ടാണ്, ഇത് ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ആയിട്ട് വരും. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കേ 4x+2 ഇതെടുത്ത് നോക്കിക്കേ. ഇതും എന്താണ്? ഇതും ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് അല്ലെ. പിന്നെ ഇത് നോക്കിക്കേ 4s = 2. ഇതെന്താണ്? ഇതില് എന്താ വ്യത്യാസം വന്നിരിക്കുന്നത്? ഒരു ഈക്വൽ സൈൻ വന്നിട്ടുണ്ട്. അതൊരു അപ്പൊ എന്താ? ഇതൊരു ഓൾജിബ്രിക് ഇക്വേഷൻ എക്സ്പ്രഷനും ആണ്. അതൊരു ഈക്വൽ സൈൻ ഒരു ഇക്വേഷനും ആയിട്ടുണ്ട് അല്ലെ. അപ്പം അതുപോലെ തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? വേരിയബിൾസും കോൺസ്റ്റന്റും ചേർന്ന് വരുന്ന ടേംസിനെയൊക്കെ നമ്മൾ എന്താണെന്ന് പറയാം? നമുക്ക് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയാം അല്ലെ. ഇനി നമുക്ക് സെക്കൻഡ് പഠിക്കേണ്ടത് ടേം. എന്താണ് ടേം? ടേം എന്താണെന്ന് നമുക്ക് നോക്കാം. ടേംസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് ലൈക്ക് ടേം ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് അൺലൈക്ക് ടേമും ഉണ്ടാവും. എന്താണ് ഈ ലൈക്ക് ടേം, അൺലൈക്ക് ടേം? ലൈക്ക് ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? സെയിം വേരിയബിൾ ഉണ്ടാവും, അതുപോലെ തന്നെ അതിന്റെ പവറും സെയിം ആയിരിക്കണം. അങ്ങനെയുള്ള ടേംസിനെ നമുക്ക് എന്തെന്ന് പറയാം? ലൈക്ക് ടേം എന്ന് പറയാം അല്ലെ. അതായത് സെയിം വേരിയബിൾ ആയിരിക്കണം, പിന്നെ എന്തായിരിക്കണം? സെയിം പവറും ആയിരിക്കണം. എക്സ്പ്രഷൻ ഫോം ചെയ്യുമ്പോൾ സെയിം വേരിയബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ പിന്നെ എന്താണ്? സെയിം പവറും ആയിരിക്കണം. അങ്ങനെയുള്ള ടേമിനെ നമുക്ക് ലൈക്ക് ടേം എന്ന് പറയാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലൈക്ക് ടേമിന്റെ എക്സാമ്പിൾ നോക്കാം. 2xy 3xy. നോക്കിയേ, ഇതൊരു ലൈക്ക് ടേം ആണ്. എന്താണ് ലൈക്ക് ടേം എന്ന് പറയുന്നത്? വേരിയബിൾസ് എന്താണ്? സെയിം ആണ്. ഇവിടെ xy ആണ്, ഇവിടെ xy ആണ് അല്ലെ. അതിന്റെ പവർ നോക്കിക്കേ. ഇവിടെ എക്സിന്റെ പവർ 1 ആണ്, ഇവിടെ എക്സിന്റെ പവർ 1 ആണ്, ഇവിടെ വൈയുടെ പവർ 1 ആണ്, ഇവിടെ വൈയുടെ പവർ 1 ആണ്. അങ്ങനെയുള്ള ടേമിനെ നമുക്ക് എന്തെന്ന് പറയാം? ലൈക്ക് ടേം എന്ന് പറയാം. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെയിം വേരിയബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ പവറും സെയിം ആയിരിക്കണം. അങ്ങനെയുള്ള ടേമിനെ ലൈക്ക് ടേം എന്ന് പറയും അല്ലെ. നമുക്ക് എപ്പോഴും അഡീഷൻ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ലൈക്ക് ടേം തമ്മിൽ മാത്രമേ നമുക്ക് അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ മൾട്ടിപ്ലിക്കേഷന്റെയും ഡിവിഷന്റെയും കേസ് വരുമ്പോൾ എന്താണ്? നമുക്ക് അങ്ങനെ വരുന്നില്ല. നേരെ മൾട്ടിപ്ലിക്കേഷനിലെയും ഡിവിഷനിലേക്ക് പോകുകയാണ് ചെയ്യുന്നത്. പക്ഷെ ലൈക്ക് ടേം തമ്മിൽ മാത്രമേ അഡീഷനും സബ്സ്ട്രാക്ഷനും നടത്താൻ പറ്റുള്ളൂ നമുക്ക്. ഇനി നമുക്ക് എന്താണ് അൺലൈക്ക് ടേം? അൺലൈക്ക് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സെയിം വേരിയബിൾ ആണ്, പക്ഷെ ഇവിടെ എന്താണ്? ഡിഫറെന്റ് വേരിയബിൾ ആയിരിക്കും. എന്താണ് വരുന്നത്? ഡിഫറെന്റ് വേരിയബിൾ. അതുപോലെ തന്നെ വേറെ കൂടാതെ എന്താണ്? പിന്നെ ഇങ്ങനെയും വരാം. സെയിം വേരിയബിൾ ആയിരിക്കാം, സെയിം വേരിയബിൾ വരാം, എന്നാൽ അതിന്റെ പവർ ഡിഫറെന്റ് ആയിരിക്കാം. But power is different. അതായത് അൺലൈക്ക് ടൈമിൽ വരുമ്പം ഡിഫറെന്റ് വേരിയബിൾ ആകുവാണെങ്കിൽ നമുക്ക് അതിന് അൺലൈക്ക് ടൈം എന്ന് പറയാം. എക്സാമ്പിൾ നമുക്ക് കണ്ടു നോക്കാം. 2xy 2yz. നോക്കിയേ, ഇതിനകത്ത് നോക്കിയേ, ഇതിന്റെ വേരിയബിൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. വേരിയബിൾ ഇവിടെ xy ആണ്, ഇവിടെ yz ആണ്. അപ്പൊ ഇതെന്താണ്? സെയിം വേരിയബിൾ അല്ല, ബട്ട് ഡിഫറെന്റ് വേരിയബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ അൺലൈക്ക് ടേം ആണെന്ന് നമുക്ക് പറയാം. പിന്നെ നേരെ മറിച്ച് നമുക്ക് ഇങ്ങനെ വരാം. 2xy 2xy square y. നോക്കിയേ, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേരിയബിൾ സെയിം ആണ്,
എന്നാൽ നമുക്ക് എന്താ ഇവിടെ വന്നിരിക്കുന്നത്? പവർ നോക്കി, എക്സിന്റെ പവർ ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്. വൈയുടെ പവർ ഇവിടെ 1 ആണ്, ഇവിടെ 1. പക്ഷെ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? സെയിം വേരിയബിൾ ആണ്, ബട്ട് പവർ ഈസ് ഡിഫറെന്റ് അല്ലെ? ഇതിന്റെ പവർ എന്താണ്? ഡിഫറെന്റ് ആണ്. അങ്ങനെയുള്ള ടേംസിനെയൊക്കെ നമ്മൾ എന്ന് പറയാം അൺലൈക്ക് ടേം എന്ന് പറയാം. അപ്പൊ പവർ എന്താണ് ലൈക്ക് ടേം അൺലൈക്ക് ടേം എന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ പിന്നെ രണ്ടും തമ്മിലുള്ള ഡിഫറൻറ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലായല്ലോ. സെയിം വേരിയബിൾ ആയിരിക്കണം ലൈക്ക് ടൈമില്, മറ്റേതില് അത് കണക്ക് തന്നെ സെയിം പവറും ആയിരിക്കണം. ഇവിടെ ഡിഫറെന്റ് വേരിയബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ കൂടാതെ സെയിം വേരിയബിൾ വരാം, പക്ഷെ പവർ ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന കേസിൽ അത് നമുക്ക് അൺലൈക്ക് ടൈമേ ആവുകയുള്ളൂ കേട്ടോ. അപ്പം പിന്നെ കൂടാതെ നമുക്ക് ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ടത് അഡീഷണൽ സബ്സ്ട്രാക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ലൈക്ക് ടൈം തമ്മിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അഡീഷനും സബ്സ്ട്രാക്ഷനും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. നമ്മൾ ലൈക്ക് ടൈംസ് കണ്ടു കഴിഞ്ഞു, അൺലൈക്ക് ടൈം കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് അഡീഷൻ എന്താണ്, സബ്സ്ട്രാക്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അഡീഷൻ സബ്സ്ട്രാക്ഷൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ലൈക്ക് ടൈം തമ്മിൽ മാത്രമേ അഡീഷൻ നടത്താനും സബ്സ്ട്രാക്ഷൻ നടത്താനും പാടുള്ളൂ എന്ന് പറഞ്ഞു. ലൈക്ക് ടൈം എന്താണെന്ന് നമുക്കറിയാം. നമുക്ക് നോക്കാം. 4x 3x ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം അല്ലെ. എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? 4x ആഡ് ചെയ്യുന്നതിനുള്ള സിമ്പിൾ എന്താണ്? പ്ലസ് ഇടുക, 3x ഇടുക അല്ലെ. നമ്മൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എപ്പോഴും ന്യൂമറിക്കൽ ടേം തമ്മിൽ ഫസ്റ്റ് ആഡ് ചെയ്യും അല്ലെ. 4ഉം 3ഉം ആണ് ഇവിടുത്തെ ന്യൂമറിക്കൽ ടേം അല്ലെ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? 4 + 3 4 + 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 7. പിന്നെ ഇതിന്റെ വേരിയബിൾ എന്താണ്? x. അപ്പൊ ആ x ഇട്ട് കൊടുക്കുക കണ്ടോ. അപ്പൊ 4x + 3x എന്ന് പറഞ്ഞാൽ എന്താണ്? 7x കിട്ടി അല്ലെ. അതുപോലെ തന്നെ നമുക്ക് നോക്കാം. 4x + 3y and 2y + 3x ഇങ്ങനെയാണ് ഒരു തരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെയാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറയുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 4x + 3y അതുപോലെ എഴുതുക. ഇനി എന്താണ്? 2y + 3x. വൈയുടെ ടേമിൽ 2yയുടെ ടേം എവിടെയാണ്? വൈയുടെ ടേം എവിടെയാണ് കിടക്കുന്നത്? അത് ഇവിടെയാണ് കിടക്കുന്നത് അല്ലെ. അത് നമുക്ക് 2y എന്ന് എഴുതാം. പിന്നെ എക്സിന്റെ ടേം എവിടെയാണ്? 3x. എക്സിന്റെ ടേം എവിടെയാണ് വന്നിരിക്കുന്നത്? 4xന്റെ ടേമിന്റെ താഴെയായിട്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? 3x എന്ന് എഴുതാം. രണ്ടും തമ്മിൽ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലസ് സൈൻ യൂസ് ചെയ്യുന്നു അല്ലെ. നോക്കിയേ, ഇവിടെ ആഡ് ചെയ്ത് നോക്കിക്കേ. എന്താണ്? വേരിയബിൾസ് തമ്മിൽ ആഡ് ചെയ്യുക. 3y-ഉം 2y-ഉം. അപ്പൊ 3ഉം 2ഉം കൂടെ ആകുമ്പോൾ 5. വേരിയബിൾ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? y. അതുപോലെ തന്നെ എഴുതുക. പ്ലസ് ഇവിടുത്തെ വേരിയബിൾ എന്താണ്? ഇവിടുത്തെ നമ്പർ പാർട്ട് ഏതാണ്? 4ഉം 3ഉം. 4ഉം 3ഉം ആയിട്ട് 7. വേരിയബിൾ പാർട്ട് x. അത് അതുപോലെ തന്നെ എഴുതി. അപ്പൊ അതിന്റെ ആൻസർ കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് അത് റീഅറേഞ്ച് ചെയ്ത് ഏത് ടേം ആണോ അതിന്റെ താഴെ തന്നെ അത് വേരിയബിൾ പാർട്ട് വരുന്ന രീതിയിൽ തന്നെ നമ്മൾ എഴുതണം. ഓക്കെ. ഇനി നമുക്ക് സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുവാണ്. സബ്സ്ട്രാക്ട് 4x from 8x ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനകത്ത് ഫ്രം 8x-ൽ നിന്നും 4x മൈനസ് ചെയ്യാനാ പറഞ്ഞത്. ഫ്രം കഴിഞ്ഞിട്ട് കിടക്കുന്നതാണ് എപ്പോഴും മൈനസ് ചെയ്യേണ്ടത്. അത് ഓർത്തിരിക്കുക. 8x എന്ന് പറയുന്ന ഇതിൽ നിന്ന് വേണം നമ്മൾ 4x മൈനസ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 8x - 4x. നമുക്ക് എന്ത് കിട്ടുന്നു? 8-ന്ന് 4 പോയാ 4 അല്ലെ. x ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഏതാണോ തന്നിരിക്കുന്നത് മൈനസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് വേണം നമ്മൾ മൈനസ് ചെയ്യാനായിട്ട്, അതായത് 4x മൈനസ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഏതാണോ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്നത് അതിന്റെ സൈൻ ഏതാണോ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ വന്നിട്ട് 4x + 2x. സബ്സ്ട്രാക്ട് 4x + 2x from 3x - 2x. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏതിൽ നിന്നാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? 3x - 2x നമുക്ക് ചെയ്യണം അല്ലെ. 3x - 2x അതുപോലെ തന്നെ എഴുതുക. ഏതാണ് സബ്സ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? 4x + 2x. 4x + 2x അല്ലെ. നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്?
അതായത് ഏത് സംഖ്യയാണോ സബ്ട്രാക്ട് ചെയ്യേണ്ടത്, ഇതിലേതാണ് രണ്ടാമത്തെ ഇക്വേഷൻ, അതായത് 4xa + 2x അല്ലെ, അതിന്റെ സിമ്പല്, അതിന്റെ സൈന് ഏതാണോ ഉള്ളത് അതിന്റെ ഓപ്പോസിറ്റ് സൈൻ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇവിടെ നോക്കിക്കേ, 4xന്റെ സൈൻ എന്താണ് വന്നിരിക്കുന്നത്, ഇവിടെ പോസിറ്റീവ് ആണ് വന്നിരിക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് സിമ്പൽ എന്താണ് വരുന്നത്, നെഗറ്റീവ് വരും അല്ലെ. ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താണ് സിമ്പൽ വന്നിരിക്കുന്നത്, പോസിറ്റീവ് ആണ്. പോസിറ്റീവിന്റെ ഓപ്പോസിറ്റ് സിമ്പൽ എന്താണ്, നെഗറ്റീവ്. അപ്പൊ നമ്മള് ഇത് മാത്രമേ നമ്മൾ നോക്കാവുള്ളൂ, നേരത്തെ ഉള്ള സിമ്പൽ നോക്കരുത്, അതിന്റെ ഓപ്പോസിറ്റ് സിമ്പൽ മാത്രമേ നമ്മൾ നോക്കാവുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇവിടെ മൈനസ് സിമ്പൽ ആണ്, ഇവിടെ മൈനസ് സിമ്പൽ ആണ് വരുന്നത്. അപ്പൊ 2x രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്, രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക, എന്നിട്ട് അതേ സെയിം സിമ്പൽ തന്നെ എടുത്തെഴുതുക. അപ്പൊ 2xa + 2x എത്രയാണ്, 4x. സിമ്പൽ എന്താ, സൈൻ എന്താ വരുന്നത്, നെഗറ്റീവ് സൈൻ. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ, രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് അതിന്റെ നെഗറ്റീവ് സിമ്പൽ ഏതാണോ സിമ്പൽ അത് തന്നെ, ആ സൈൻ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, പിന്നെയോ ഇവിടെ 4x ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് സിമ്പൽ ആണ്. അപ്പൊ എന്താണ്, രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം, രണ്ടും തമ്മിൽ മൈനസ് ചെയ്തിട്ട് ഏതിന്റെയാണോ വലിയ സംഖ്യ ഏതാണോ അതിന്റെ സൈൻ ഏതാണോ യൂസ് ചെയ്തിരിക്കുന്നത് ആ സൈൻ വേണം നമുക്ക് എടുത്തെഴുതാൻ അല്ലെ. ഇവിടെ വലിയ സംഖ്യ ഏതാണ്, 4x അല്ലെ, 4 ആണ്. അപ്പൊ 4ൽ നിന്നും 3 മൈനസ് ചെയ്യുക, 4ൽ നിന്നും 3 മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ൽ നിന്ന് 3 പോയ എത്രയാണ്, 1. പിന്നെയോ വലുതിന്റെ സിമ്പൽ ഏതാണ്, 4. വലുത് ഇവിടെ 4 ആണ്, 4ന്റെ സിമ്പല് മൈനസ് ആണ്. അപ്പൊ മൈനസ് അതുപോലെ തന്നെ എഴുതുക. പിന്നെ വേരിയബിൾ ഏതാണ്, എക്സ്. ഇത്രേ ഉള്ളൂ കണ്ടോ. അപ്പൊ ഇത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഏതിൽ നിന്നാണോ മൈനസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്നും ഇതാ മൈനസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ഇതിന്റെ സൈൻ എന്താണ്, ഓപ്പോസിറ്റ് സൈൻ വരണം. അത്രയും മാത്രം നോക്കിയാൽ മതി. സബ്ട്രാക്ഷൻ മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട എന്താണ്, എക്സ്പ്രഷൻ, ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്താണെന്ന് കണ്ടു, ടേം എന്താണെന്ന് കണ്ടു, ലൈക്ക് ടേം എന്താണെന്ന് കണ്ടു, അൺലൈക്ക് ടേം കണ്ടു. അതുകൊണ്ട് തന്നെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ എല്ലാം ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, അതുപോലെ തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിൽ ഓൾ കൊടുക്കണം. ഓക്കെ, വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.